ഹലോ നമസ്കാരം, ഷാജീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പുതുതായിട്ട് വെറൈറ്റി ആയിട്ടൊരു കോക്കനട്ട് പീനട്ട് വെച്ചൊരു ബർഫി ഉണ്ടാക്കാം. അതിനാവശ്യമുള്ള സാധനങ്ങൾ: ഒരു തേങ്ങ ഞാൻ എടുത്ത് മിക്സിയിൽ ചെയ്ത് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് നമ്മൾ വെള്ളം ഒന്ന് തോർത്തിയെടുക്കണം. പാൻ വെച്ച് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ഒരുപാട് മൂപ്പിക്കാതെ, കളറൊന്നും പോവാതെ നല്ല ഒരു ഈർപ്പത്തിൻ്റെ കളർ അങ്ങ് മാറണം. പീനട്ട്, പാല്, മധുരത്തിനുള്ള പഞ്ചസാര, ഞാൻ 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്, 2 സ്പൂൺ നെയ്യ്, പിന്നെ ഫ്ലേവറിന് ഏലക്ക. നമുക്കിനി ഈ തേങ്ങ കൊണ്ടുപോയി ചെറുതായിട്ട് ഈർപ്പം ഒന്ന് കളഞ്ഞെടുക്കാം. ഗ്യാസ് വെച്ച് നമ്മൾ പാൻ വെച്ച് 1 കപ്പ് പാല് ഞാൻ ഒഴിച്ച്, 1 കപ്പ് പാലിൽ 2 ഗ്ലാസ് പാലാണ് ഞാൻ ഒഴിച്ചത്. പാലൊന്ന് തിളച്ച് വരപ്പം മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഇട്ടത് 1 കപ്പ് പഞ്ചസാരയാണ് ഞാൻ. മധുരം അവരവരെ ടേസ്റ്റ് നോക്കി ഇടാം. ഒരു പാലൊന്ന് നല്ല തിളച്ച് പഞ്ചസാര അതേക്കണം, അലിഞ്ഞ് നല്ല തിളച്ച് പാല് പഞ്ചസാരയും ഇട്ട് നല്ലവരെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. അത് ഞാൻ തേങ്ങ ചൂടാക്കി ഈർപ്പം മാറ്റിയ തേങ്ങയാണ് മിക്സിയിൽ വെച്ച് ഞാൻ ഒന്ന് പൊടിച്ചിട്ട് ചൂടാക്കി അതിൻ്റെ ഈർപ്പമൊക്കെ കളഞ്ഞിട്ടുള്ള തേങ്ങ പൊടിയാണ് ഇത് ചേർക്കുന്നത്. നമ്മൾ ഫ്രഷ് തേങ്ങയാണ്. ഇതൊന്ന് അതിലോട്ടിട്ട് അതിൽ കിടന്നൊന്ന് കുറുകണം. അതിനൊപ്പം ഞാൻ അതുപോലെ തന്നെ കപ്പലണ്ടി, നിലക്കടല ഞാൻ അതും മിക്സിയിൽ വെച്ച് പൊടിച്ച് അതും കൂടെ ഇതിലോട്ട് ചേർക്കുകയാണ്. ഇത് രണ്ടും കൂടെ ഒന്ന് കിടന്ന് ഞാൻ ഒരു 2 സ്പൂണ് നെയ്യും കൂടെ അതിലോട്ട് ഒന്ന് ഒഴിച്ച്, ഇതെല്ലാം കൂടെ ഇതൊന്ന് നല്ലതുപോലെ കിടന്ന് നല്ല കുറുകി വരണം. ഒരു 7-8 മിനിറ്റ് ആകുമ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് കുറുകി വരും. എന്നിട്ട് നമ്മൾ ഫ്ലേവറിന് ആവശ്യമുള്ള ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് ഫ്ലേവറിനായിട്ടുള്ള ഏലക്കപ്പൊടി കൂടി ചേർത്ത് ഇപ്പം നല്ല കുറുകി വന്നിട്ടുണ്ട്. നല്ല കുറുകി ഒരു 2 മിനിറ്റ് കൂടെ കഴിയുമ്പോൾ നമുക്കത് 2 മിനിറ്റ് വേണ്ട, 1 മിനിറ്റ് കൂടെ നമുക്കത് ഫ്രൈയിലോട്ട് നെയ്യ് തേച്ച ഒരു പാത്രത്തിലോട്ട് നമുക്കത് സെറ്റ് ചെയ്യാൻ കഴിയും. ഇത് നല്ല പാത്രത്തിൽ നിന്നൊക്കെ നല്ല വിട്ട് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ഒരു പാത്രത്തിലോട്ട് അതിലോട്ട് ഒഴിച്ച് സെറ്റ് ചെയ്യാൻ പറ്റും. ഇത് ഇറക്കി ഒരു പാത്രം ചെയ്ത് സെറ്റ് ചെയ്യാൻ വേണ്ടി ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഈ പാത്രത്തിലോട്ട് ഒഴിച്ച് വെച്ചു. ഞാൻ കുറച്ച് കപ്പലണ്ടി ഒരുപാട് പൊടിയാത്ത രീതിയിൽ ഇട്ടിരിക്കണമെന്ന് പറഞ്ഞാൽ ഇവിടെ കപ്പലണ്ടി എല്ലാവർക്കും കടിച്ച് തിന്നാൻ ഇഷ്ടമാണ്. അതുകൊണ്ട് ഇടയ്ക്കൊരു പിന്നെ കടിച്ച് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഒരുപാട് ഇട്ടിരിക്കുന്നത്. നമുക്കത് പാത്രത്തിലോട്ടിട്ട് സെറ്റ് ചെയ്യാം. നമ്മുടെ രുചികരമായ തേങ്ങ നിലക്കടല മിഠായി റെഡിയായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കമൻറ്റ് ചെയ്യണം, ഫീഡ്ബാക്ക് അറിയിക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കണം. താങ്ക് യു.